നമസ്കാരം. ഇന്നലെ ഇവിടെ പാലക്കാട് ഒരു അമ്പലത്തിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് ഷൂട്ടിംഗ് നടക്കുന്ന കാര്യം പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഞാൻ ഇവിടെ ഇടാൻ ശ്രമിക്കാം ഈ പോയിന്റിൽ. പേരിൽ ഞാൻ ഇവിടെ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുകയാണ്. തികച്ചും നിയമവിരുദ്ധമായി, തികച്ചും യാതൊരു പെർമിഷനും എടുക്കാതെ അതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ കൊടിയടക്കം ഇവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് സുഹൃത്തുക്കളെ നിങ്ങളിത് കാണുക. ഒരു അമ്പലത്തിന് മുന്നത്ത് കെട്ടാൻ വേണ്ടി കൊണ്ടുവന്ന കൊടിയാണത്, കെട്ടിക്കൊണ്ടുവരാൻ കൊടിയാണത്. കണ്ടില്ലേ? ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ജീവിതത്തിൽ നമ്മളെ ഹിന്ദു എന്നുള്ള വംശം ഇവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വിളിക്കാട്ടാ, വിളിക്ക് വിളിക്കട്ടെ. ക്ഷേത്ര നായ്ക്കൾ കൊടുക്കട്ടെ. Apparently it is a inter-religious love story. അങ്ങനത്തെ എന്തോ ഒരു കഥയാണെന്നൊക്കെയാണ് പറയുന്നത്. പല വേർഷൻസായിട്ട് അതിൻ്റെ പുറത്ത് വരുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് വ്യക്തമായിട്ട് അറിയില്ല എന്ത് കഥ വെച്ചിട്ടാണെന്നോ അല്ലെങ്കിൽ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. കാര്യം സിമ്പിളാണ്. ഒരു അമ്പലമുറ്റത്ത് വെച്ചിട്ട് കുറേ അന്യമതസ്ഥർ വന്ന് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പേരിലാണ് എന്താ പറയുക ഒരു പ്രശ്നം ഉണ്ടായത്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒക്ടോബറിലെങ്ങാണ്ട് നൂറിൻ ഷെരീഫ് ഇതുപോലെ വന്നിട്ട് ഒരു അമ്പലത്തിൽ ഷൂട്ടിംഗ് ചെയ്തതിൻ്റെ പേരിലും കുറേ പ്രശ്നങ്ങൾ ഓൺലൈൻ കണ്ടിരുന്നു. ഇതിപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതലും സംഭവിക്കുന്നത് ഓൺലൈനാണല്ലോ. നമ്മൾ ആൾക്കാർ ഓൺലൈൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇരുന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യും, അതൊരു പ്രശ്നമാവുകയും ചെയ്യാറുള്ളത്. അപ്പം നൂറിൻ്റെ ആ പ്രശ്നം വന്ന സമയത്ത് ഞാൻ ഇത് ഒരു സീരീസ് ഓഫ് ട്വീറ്റ്സ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ അതാണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോയിൽ പറയാനും പോണത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം, അതായത് ഹിന്ദു അമ്പലങ്ങളിൽ, നമ്മുടെ അമ്പലങ്ങളിൽ എന്തുകൊണ്ടാണ് അന്യമതസ്ഥർ വരരുത് എന്ന് എഴുതുന്നത് ഇത്ര വലിയ പ്രശ്നമാവുന്നത് എന്നതാണ് ആദ്യത്തെ ഒരു ചോദ്യം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു അമ്പലത്തിൻ്റെ കാര്യം എടുത്താലും ശരി, അവിടെ ഹിന്ദുക്കളല്ലാതെ വേറെ ആർക്കും പ്രവേശനമില്ല എന്ന് എഴുതി വെക്കുന്നുണ്ട്. അതിപ്പം ഫേമസ് അല്ലാത്ത അഹിന്ദുക്കൾ വന്നു കഴിഞ്ഞാൽ അറിയില്ലല്ലോ എന്നുള്ളത് ചോദിക്കുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അറിയാനുള്ള ഒരു വഴിയില്ല. ഇപ്പം യേശുദാസിന് ഗുരുവായൂരിൽ വരാൻ പറ്റാത്തത് യേശുദാസ് ആയതുകൊണ്ടാണ്. യേശുദാസിനെ കണ്ട് അറിയാം, മനസ്സിലാവും എന്നത് കാരണം കൊണ്ട് തന്നെയാണ് യേശുദാസിന് ഗുരുവായൂരിൽ വരാൻ പറ്റാത്തത്. അതേപോലെ നൂറിൻ അഹിന്ദു ആണെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പം അഹിന്ദു ആയിട്ടുള്ള വേറൊരു പെൺകുട്ടി അധികം ആർക്കും അറിയാത്ത ഒരാൾ വന്ന് കയറി അതിനകത്ത് അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ അറിയില്ല, അത് ശരി തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു ഉത്തരം കൂടിയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പറയാൻ ശ്രമിക്കണം പോകുന്നത്. ക്രിസ്ത്യൻ പള്ളികളിൽ ഒക്കെ നമ്മളെല്ലാവരും പോവാറുണ്ട്. ഞാൻ പോയിട്ടുണ്ട്, ഒരുപാട് പോയിട്ടുണ്ട്. ഞാനൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത്. ഞാൻ സ്കൂള് പഠിച്ചതും ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്, കോളേജ് പഠിച്ചതും ഞാനൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അതുകൊണ്ട് വളരെ കോമൺ ആയിട്ട് ഉള്ളൊരു കാര്യമാണ് മാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് മാസിനൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. എൻ്റെ റൂംമേറ്റ്സൊക്കെ ക്രിസ്ത്യൻസ് ആയിരുന്നു. അപ്പോൾ അവരുടെ കൂടെ അവർ പോകുന്ന പള്ളികളിലേക്കൊക്കെ പോവും. ബാംഗ്ലൂരൊക്കെ ഉള്ളവർക്കറിയാം, അവിടെ ഇൻഫൻറ്റ് ജീസസിൻ്റെ ചേർച്ച് ഉണ്ട്. അപ്പോൾ അവിടെ വലിയ വിശേഷമാണ് വ്യാഴാഴ്ച. അപ്പോൾ എൻ്റെ റൂംമേറ്റ്സൊക്കെ പോകുമ്പോൾ ഞാനും പോവും കൂടെ. ഇതുപോലെ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവിടേക്കൊക്കെ ഇതുപോലെ കയറി പോകാൻ പറ്റുമ്പം എന്തുകൊണ്ട് അമ്പലങ്ങളിലേക്ക് വന്നൂടാ എന്നുള്ള ഒരു ചോദ്യമാണ് പലപ്പോഴും പലവരും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഈ പള്ളികളിലും വേറെ പല
പ്ലേസസ് ഓഫ് വേർഷിപ്പിലും ഹിന്ദുക്കൾക്ക് പോകാൻ കഴിയുന്നത് ആ പ്ലേസസ് ഓഫ് വേർഷിപ്പിൻ്റെ എന്താണ് അവർ ലീനിയൻ്റ് ആയതുകൊണ്ടല്ല, എൻ്റെ റിലിജൻ ലീനിയൻ്റ് ആയതുകൊണ്ടാണ്. ഞങ്ങളുടെ ഹിന്ദു മതത്തിൽ എല്ലാവരും എല്ലാ കല്ലിലും മുള്ളിലും മരത്തിലും കാറ്റിലും എല്ലാത്തിലും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. ഞങ്ങൾക്ക് ദൈവം എന്നുള്ളത് ഒരാളോ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റേ ഇല്ല. അതുകൊണ്ടാണ് വിഗ്രഹാരാധന നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിലും ദൈവം കാണുന്നുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ ദൈവമുണ്ട്, നമ്മുടെ മരത്തിൽ ദൈവമുണ്ട്, ഇതിൽ എല്ലാത്തിലും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു റിലിജനാണ് ഹിന്ദുയിസം. ആസ് ഒപ്പോസ് ടു ദാറ്റ്, ഇബ്രാഹിമിക് റിലിജൻസിൽ, അതായത് ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന റിലിജൻസിൽ ഈ ഹിന്ദു പ്രാക്ടീസ് ഓഫ് സീയിങ് ഗോഡ് ഇൻ എവ്രിതിങ് is considered a sin. ദൈവം എന്നത് ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ശക്തിയാണ്, അല്ലെങ്കിൽ വാട്ട് എവർ ദാറ്റ് ഐഡിയ ഇസ്. ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. വേറെ എല്ലാത്തിലും ദൈവത്തിനെ കാണരുത് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ എല്ലാത്തിലും ദൈവത്തിനെ കാണുന്നത് ഒരു തരം ബാർബാരിക് ആണ്. അതൊരു എന്താണ് പ്രാചീനമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് എന്ന് വിശ്വസിക്കുന്ന റിലിജനാണ് ഏബ്രഹാമിക് റിലിജൻസ്. ദേ ഡിക്റ്റേറ്റ് ദാറ്റ് നിങ്ങൾ ഈ മതത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിനെ അല്ലാതെ വേറൊരു ദൈവത്തിനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ സിന്നേഴ്സ് ആവും എന്നാണ്, നിങ്ങൾ പാപികളാകും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഏബ്രഹാമിക് റിലിജൻസിലുള്ളത്. നിങ്ങൾക്ക് അമ്പലത്തിലേക്ക് വരരുതെന്നുള്ളത് നിങ്ങളുടെ റിലിജൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു അമ്പലം ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമല്ല ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഒരു ഏബ്രഹാമിക് റിലിജനിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് അമ്പലത്തിലേക്ക് വരണം എന്നുള്ളൊരു ആവശ്യം? എന്ത് കാര്യത്തിനാണ് നിങ്ങൾ അമ്പലത്തിലേക്ക് വരുന്നത്? ഇപ്പം ഞാൻ മാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു പള്ളിയിൽ പോകുമ്പം അവിടുത്തെ ആചാരങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ എന്താണോ പ്രാർത്ഥന അത് മനസ്സിലാക്കിയിട്ടാണ് അവിടെ പോവുക. മാസ് ഞാൻ ബൈബിൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്താ പറയുക, അതിലൊന്നിലും ഒരിക്കലും ഡിസ്റെസ്പെക്ട്ഫുള്ളായിട്ട് അതിനെ കാണാൻ കഴിയാത്ത ഒരാളാണ് ഞങ്ങൾ. കാരണം വേറൊന്നുമല്ല, ദൈവമുണ്ട്, പള്ളിയിലും ദൈവമുണ്ട്, നിങ്ങൾ കൊന്ത തന്ന കയ്യിൽ കൊന്തയിലും ദൈവമുണ്ട്. ഞങ്ങൾ എത്രയോ കാലമായിട്ട് എന്താ പറയുക, ബൈബിളും ഒക്കെ കയ്യിൽ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഒരു കാർഡുണ്ട്, ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ മനസ്സിൽ വിഷമം ഉണ്ട് വെച്ചാൽ നിങ്ങളിത് പിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബൈബിൾ വചനം കിട്ടും. അത് വായിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾക്ക് ഉത്തരം കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാർഡിൻ്റെ ഒരു സെറ്റ് കിട്ടും. അത് പ്രാക്ടീസ് ചെയ്യണവർക്ക് അറിയാം അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത്. അതൊക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് നടക്കണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ നടക്കണത് കൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനി ആയിന്നോ ഒന്നും വിചാരിച്ചിട്ടൊന്നും അല്ല അതൊന്നും ചെയ്യണത്. പക്ഷെ അതിലെല്ലാത്തിൻ്റെയും ശക്തിയിൽ വിശ്വസിച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. നേരെ തിരിച്ച് എൻ്റെ അമ്പലത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവരുന്ന ഒരു പ്രസാദം കഴിക്കാൻ പാടില്ല എന്ന് വിലക്കുന്ന നിങ്ങളുടെ റിലിജനാണ്. എൻ്റെ റൂംമേറ്റ്സ് ഗുരുവായൂരിനും അല്ലെങ്കിൽ ശബരിമലയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പായസമാണെങ്കിൽ അല്ലെങ്കിൽ അരവണയും അപ്പവും ഒക്കെ ആണെങ്കിൽ പ്രസാദമാണെന്ന് പറഞ്ഞാൽ അവർ കഴിക്കില്ല. അത് എനിക്കറിയണ ക്രിസ്ത്യൻ ഫ്രണ്ട്സിൻ്റെ കാര്യം ഞാൻ ഈ പറയണത്. അവരുടെ തെറ്റല്ല, അവർക്ക് അത് കഴിക്കരുതെന്നുള്ളത് ഉള്ളത് കൊണ്ടാണ് അവരത് കഴിക്കാത്തത്. അങ്ങനെ നിങ്ങളുടെ റിലിജൻ തന്നെ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ റിലിജൻ വിശ്വസിക്കുന്ന ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്നും ആ ദൈവത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്നും. അങ്ങനെ മനസ്സിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലിജനിൽ മാനസികമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾ ഞങ്ങൾ ചെയ്യുന്നത് പാപമാണ്, അതായത് ഈ അമ്പലത്തിൽ മൂർത്തി വിഗ്രഹാരാധന നടക്കുന്നതും പല ചടങ്ങുകളും പല രീതികളും ഒക്കെ പാപമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എന്തുദ്ദേശത്തിലാണ് അമ്പലത്തിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുന്നത്? അതിനുള്ളൊരു ഉത്തരം മാത്രം
കിട്ടിയാൽ മതി ഈ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ. ഇപ്പം ശബരിമല വിഷയത്തിലാണെങ്കിൽ പോലും ശബരിമലയിലെ അയ്യപ്പനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക്, അത് പെണ്ണുങ്ങൾക്കാണെങ്കിൽ അടക്കം, ഞങ്ങൾക്ക് ആർക്കും മനസ്സിൽ തോന്നും കൂടി ചെയ്യില്ല അങ്ങോട്ട് പോകണം, ഒരു പ്രായത്തിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ റിബൽ ചെയ്തിട്ട് നമുക്ക് ചെയ്യുക, അങ്ങനെയൊന്നും നമ്മുടെ മനസ്സിൽ തോന്നും കൂടിയില്ല. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. അത് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ആ വിശ്വാസത്തിൽ വളർന്നിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നോ ഒന്നും തോന്നില്ല. അല്ലെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുമ്പോഴത്തേക്കും വി ആർ നോ ലോങ്ങർ എ ബിലീവർ ഇൻ ഇറ്റ്, അല്ലേ? ഇപ്പോൾ വിശ്വസിക്കാത്തൊരു കാര്യത്തിൽ ചെയ്ത് കാണിക്കാനായിട്ടോ അല്ലെങ്കിൽ അവിടെ പോയി എന്ത് സ്ഥാപിക്കാനാണ്? കുറേ വിശ്വസിക്കുന്ന ആൾക്കാരുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് അവിടെ പോയി നിന്ന് കൊണ്ട് എന്താണ് നിങ്ങൾ നേടുന്നത്? അതേപോലെ തന്നെയാണ് ഈ അമ്പലത്തിൻ്റെ കാര്യത്തിൽ. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന എന്താ പറയുക, വിഗ്രഹാരാധന, മൂർത്തി ആരാധനയൊക്കെ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ എന്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് മൂർത്തി ആരാധന നടക്കുന്ന അല്ലെങ്കിൽ വിഗ്രഹാരാധന നടക്കുന്ന പല റിച്വൽസും പ്രാക്ടീസസും നടക്കുന്ന ഒരു അമ്പലത്തിൽ വരുന്നത്? ഇപ്പം ഞാൻ അഹിന്ദു ആണെങ്കിൽ എന്താണ് എനിക്ക് ഹിന്ദു മതത്തിൽ വിശ്വസിച്ചൂടെ എന്ന് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഞാൻ കണ്ടു. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് വിശ്വസിക്കാം, ഹിന്ദു മതത്തിൽ വിശ്വസിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഹിന്ദു മതത്തിൽ വിശ്വസിക്കാം. പക്ഷെ ആ മതത്തിൽ നിങ്ങൾക്ക് രണ്ട് തോണിയിലും കാലിട്ടിട്ട് നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ദൈവമേ ഉള്ളൂ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം മാത്രമാണ് ദൈവം, നമ്മുടെ ഈ സമുദായത്തിൽ പെട്ടവർ മാത്രമാണ് ജീവിക്കാൻ യോഗ്യരായിട്ടുള്ളവർ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ മതത്തിൽ ആ ഇതിൽ പെടുന്ന ആൾക്കാരല്ലാത്തവർ എന്താ പറയുക, നരകത്തിൽ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും മോക്ഷം കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി ഇല്ലാവുന്നു, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്തിൻ്റെ ബേസിസിലാണ് ഞങ്ങൾക്ക് ഹിന്ദു ആയിക്കൂടെ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾ ഈതർ യു ആർ എ ഹിന്ദു ഓർ യു ആർ നോട്ട് എ ഹിന്ദു, അല്ലെങ്കിൽ ഈതർ യു ആർ എ ക്രിസ്ത്യൻ ഓർ എ മുസ്ലിം ഓർ യു ആർ നോട്ട്. രണ്ടും കൂടെ നടക്കില്ല. അത് ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഹിന്ദുയിസത്തിലല്ല അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ലിമിറ്റ്സ്. ഇറ്റ് ഈസ് ഓഫൻ മെയ്ഡ് ഔട്ട് ടു ലുക്ക് ലൈക്ക് ഹിന്ദുയിസം ഡിഫൈൻസ് ദീസ് ലിമിറ്റ്സ്, ബട്ട് നോ, we see God in everything. We believe that God is there in everything. എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഒക്കെ ദൈവം ഉണ്ടെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ മതം എന്നെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ എൻ്റെ മതത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മതമാണ്. ഏതൊരു ആനിമലിൻ്റെ കാര്യം എടുത്താലും ഒക്കെ അതിലൊക്കെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ എന്താ പറയുക, ഇപ്പോൾ ഹിന്ദുയിസം ബിലീവ്സ് ദാറ്റ് ഗോഡ് ഇസ് ദെയർ ഇൻ എവ്രിതിങ്. വി ആർ അലൗഡ് ടു ഗോ ടു എനി പ്ലേസ് ഓഫ് വർഷിപ്പ്. വി ആർ അലൗഡ് ടു വർഷിപ്പ് എനി ഗോഡ് ഇൻ എനി ഫോം. അങ്ങനെ ഒക്കെ ചെയ്യരുതെന്ന് പറയണത് നിങ്ങളുടെ ഈ ഏബ്രഹാമിക് റിലിജൻസിൽ പെടുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള വാശി? അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ അത് വിട്ടിട്ട് വരാതെ നിങ്ങൾക്ക് ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നുള്ളത് പോലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഡിസ്റെസ്പെക്റ്റ് തന്നെയാണ് അതിൻ്റെ ഇൻറ്റൻഷൻ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയിക്കേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആസ് ഫാർ ആസ് യു ആർ കൺസേൺഡ്, ഇറ്റ് ഈസ് എ ബാർബാരിക് റിലീജിയൻ. ഇറ്റ് ഈസ് എന്താണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസസ് ആണ്. അവർ ഇങ്ങനത്തെ പ്രാക്ടീസസ് നിന്ന് പേഗൻ റിലീജിയൻസ് നിന്ന് രക്ഷിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ആൾക്കാർ. സിവിലൈസേഷനലി ഞങ്ങളുടെ ഈ റിലിജൻ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പേഗൻ റിലിജൻസ് ആർ ബാർബാരിക് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൾച്ചറലി ഞങ്ങളെ സേവ് ചെയ്യാനായിട്ട് ആണ് പല മിഷനറീസും എന്താ പറയുക, കോളനൈസേഷൻ ഇറ്റ് സെൽഫ് വാസ് ജസ്റ്റിഫൈഡ് യൂസിങ് ദാറ്റ് ആർഗ്യുമെൻറ്റ്. അങ്ങനെ ഇരിക്കുമ്പം നിങ്ങളുടെ ഇൻറ്റൻഷൻസിനെ സസ്പെക്റ്റ് ആയിട്ട് കാണരുതെന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? അല്ലെങ്കിൽ ഡു യു തിങ്ക് ദാറ്റ് പീപ്പിൾ ആർ ദാറ്റ് സ്റ്റുപ്പിഡ്? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നുള്ളത് തന്നെയാണ് മതേതരത്വം എന്ന് വെച്ചാൽ. വി ഡോണ്ട് ഹാവ് ടു കീപ് പ്രൂവിങ്
that we are tolerant of anything that you do. That is not the point of being secular. The point of secularism is that you respect my religion, I will respect your religion, I will let you live in your space, you let me live in my space. It doesn't mean that I will let you trample all over me. That is not what secularism means. Don't use that as an excuse to, literally, that's like the gun that people are holding over our heads. It's not just our responsibility to, continue harmony in a society. Everybody is responsible for that. You continue to disrespect us, you continue to insult us, you continue to make fun of everything that we do, and then you want us to respect you. How does that work? How does that equation work at all? How is that even fair? Just because you are in quotes minority and we are in quotes majority, what power does the majority have in this society? The minute you ask these questions, you are given hundreds of labels. I don't care about the labels anymore. But the point is that it's just the way things are structured, the narrative is structured. I will respect you as long as you respect me. The minute I sense disrespect from you, I need not be tolerant of everything that you do. Don't expect that from people. ഈ അമ്പലത്തിലത്തെ ഷൂട്ടിംഗ് നടത്തുന്ന കാര്യം, അമ്പലത്തിൽ സെറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അതിനെപ്പോലും വേണ്ടെന്നല്ല പറയണത്. അമ്പലമുറ്റത്ത് വന്ന് ചെയ്യേണ്ടെന്നേ പറയുന്നുള്ളൂ. അമ്പലത്തിൻ്റെ സെറ്റ് ഇട്ടോന്ന്, ബാക്കിയുള്ളവർക്ക് അതുപോലും ചെയ്യാനുള്ള ഇതില്ല, ഫ്രീഡം ഇല്ല. പള്ളിയുടെ സെറ്റ് ഇട്ടിട്ട് ചെയ്തോന്ന് പറയാൻ ആർക്കും ഉള്ള ഒരു ധൈര്യം ആർക്കും ഇല്ല. അങ്ങനെ ആരും ചെയ്യാനും പോണില്ല. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് അമ്പലമുറ്റത്ത് തന്നെ വന്ന് നിന്നിട്ട് ഇത് ചെയ്യണം എന്നുള്ള നിർബന്ധം എന്തുകൊണ്ടാണ്? അത് ഞങ്ങൾ ടോളറേറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും യു ആർ വെരി കമ്മ്യൂണൽ എന്നുള്ള രീതിയിലുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവരിക, നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് പീപ്പിൾ ഹാവ് ബിക്കം മോർ അവെയർ ഓഫ് ഇറ്റ്. That they don't fall for that anymore. People don't get insulted just because you think that we are communal. No. It's a very simple logic. You will get respect as long as you respect me. That is secularism. I don't have to keep proving my secularism by letting you do whatever you want and bending over for you. That's not secularism. Excuse my language, but I have no other way of putting this across. If you expect a community of people to just silently sit and observe everything that's happening to them and not react at all at any point, that is not secularism. ഈ പറഞ്ഞത് മാതിരി ഈ അമ്പലത്തിലത്തെ കാര്യത്തിൽ തന്നെ എത്രയോ ഇതിനു മുമ്പ് അമ്പലങ്ങളിലെ ഷൂട്ട് നടന്നിട്ടില്ലേ, അങ്ങനെയില്ലേ ഇങ്ങനെയില്ലേ, ഒക്കെ ശരിയായിരിക്കാം. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ആലോചിച്ചെടുത്താൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഈ അമ്പലങ്ങളുടെ കാര്യത്തിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് വരണം, ഈ അമ്പലത്തിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് വാശി പിടിക്കുമ്പം നിങ്ങളുടെ റിലിജൻ്റെ അകത്തോട്ട് തന്നെ നോക്കിയിട്ട് വൈ ആർ യു നോട്ട് ഏബിൾ ടു ഡു ഇറ്റ് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. ഞങ്ങളല്ല പറയണത് നിങ്ങൾ വരരുതെന്ന്. നിങ്ങളുടെ തന്നെ എന്താ പറയുക, റിലിജനാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്, ആ ലിമിറ്റിൽ ഡിഫൈൻ ചെയ്യുന്നത്. അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം you are not able to come here. That's just how it is. It's not our fault. It's nothing that we need to justify. The day your religion says that all religions are equal, you can pray any god, you can pray to any god, and you can choose to live however you want to, then you are truly secular and you're truly welcome. But that's not how it is. അപ്പം അങ്ങനെ അല്ലാത്തടത്തോളം കാലം നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എന്ത് നടക്കും എന്നാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എന്ത് സാധിച്ചെടുക്കും എന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നത് ഒരു അമ്പലത്തിൽ കയറുന്നത് കൊണ്ട്? എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പം ലൈക്ക് കിട്ടാനും എന്താ പറയുക, പോപ്പുലാരിറ്റി നേടാനും ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു വഴിയാണ് ഒരു ഹിന്ദുവിനെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത്. ദി സോ കോൾഡ് മെജോറിറ്റി കമ്മ്യൂണിറ്റീനെ ഇൻസൾട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കും, പ്രത്യേകിച്ചും കേരളത്തിൽ.
അതിൻ്റെ എന്താ അതിനെ പറ്റിയിട്ട് ചോദിക്കാൻ വരുന്ന ആൾക്കാരോടൊക്കെ നിങ്ങൾ സംഖ്യയാണ്, നിങ്ങൾ ചാണകമാണ്, നിങ്ങൾ കമ്മ്യൂണലാണ് എന്നുള്ള പല ലേബിളുകളും തന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എല്ലാ കാലത്തും അത് വർക്ക് ചെയ്യും എന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക്? ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഓൾ ദ ടൈം. നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. എവ്രിബഡി ഹാസ് ദ റൈറ്റ് ടു ക്രിയേറ്റ് ഫ്രീലി. But we also have the right to demand respect. ഇവിടെ അത്രേ നടക്കുന്നുള്ളൂ. Your right to creativity is not over and above my right to respect. ഇത്രയേ ഉള്ളൂ, കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം മുഴുവനും ഇപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ പല കഥകളിലും എന്താ പറയുക, ഹിന്ദുക്കൾ കയ്യിലൊരു ചരടൊക്കെ കെട്ടിയിട്ട് കപ്പേളയിൽ കാണിക്കണത് പോലെ അങ്ങനെയുള്ളവരെയൊക്കെ വില്ലന്മാരാക്കലും എന്താ പറയുക, നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും നിങ്ങളുടെ യുക്തിക്കും യോജിക്കുന്ന രീതിയിലെല്ലാം അതൊക്കെ ചെയ്തു. അതുകൊണ്ടൊന്നും ഈ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ മാറാനൊന്നും പോകുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് തന്നെ കാണുന്നത്. നിങ്ങൾ അതൊക്കെ ചെയ്തു. പക്ഷെ അതിന് ഒരു വരയുണ്ട്. ഞങ്ങളുടെ അമ്പലമുറ്റത്ത് കയറിയിട്ടല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം, ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ടല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം. കാര്യം അത്രയേ ഉള്ളൂ. ഈ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എന്താ വെച്ചാൽ അതിനുള്ള ഉത്തരം പറയും. അമ്പലത്തിലെ പ്രസാദം കഴിക്കാൻ പറ്റാത്ത ഒരാൾക്ക്, അമ്പലത്തിലത്തെ വിഗ്രഹാരാധനയെ പാപമായിട്ട് കാണുന്ന ഒരാൾക്ക് അമ്പലത്തിൽ എന്ത് ചെയ്യാനാണ് വരുന്നത് അമ്പലത്തിൽ? നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം എന്താ വെച്ചാൽ ആ ഉത്തരം പറയും. അതിനുള്ള ഉത്തരം ഇല്ല, അല്ല എല്ലാവരും വരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് വെറുതെ ഷോ കാണിക്കാനുള്ള സ്ഥലമല്ല ഞങ്ങളുടെ അമ്പലം. ഇത്രയും കാലം അങ്ങനെ ആയിരുന്നിരിക്കാം. ഇത്രയും കാലം ആൾക്കാർ ഒന്നും പറയാതിരുന്നിരിക്കാം. ഇപ്പോഴും അമ്പല കമ്മിറ്റിക്കാർ പോലും ഉണ്ടാവും ഇതിനെല്ലാത്തിനും പൈസ വാങ്ങിച്ച് ഇതിനൊക്കെ കൂട്ടുകൂടി നിൽക്കുന്ന ആൾക്കാർ. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് ഇത് മിക്സ് ചെയ്തിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട് ഈ അമ്പല കമ്മിറ്റിയിലൊക്കെ. കമ്മ്യൂണിസ്റ്റാണ്, പക്ഷെ എന്നാലും അമ്പല കമ്മിറ്റിയിലെ ജോലിയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഞങ്ങൾക്കൊന്നും എന്താ പറയുക, വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ. പക്ഷേ when people react, അതിന് വിക്ടിം കാർഡ് കളിക്കേണ്ട ആവശ്യമില്ല ആൾക്കാർക്ക്. കാരണം that is very clearly you also know what you have been doing. Unless you have an answer, a very clear answer as to why you want to come to a place of worship that you cannot respect, then we can have a debate, then we can have a discussion. As long as you don't have an answer to that, this is not even open for discussion. It's as simple as that.